ഗാന്ധിജി ഇവിടെ വന്നിരുന്നു 1934 ജനുവരി 12. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലിൽ സൗബിൻ്റെ വീട്, സൗബിന് സുരാജ് നിന്ന വീട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലിൽ കുറേ സീനിൽ ഇവർ എന്തായിട്ടാ ഇങ്ങനെ ഇരക്കായിട്ടുണ്ടെങ്കിലേ ആ ചായക്കട ഇതാട്ടോ. എങ്കിലും ചന്ദ്രിക സിനിമയുണ്ട്, അത് ബേസിൽ ജോസഫിൻ്റെ. ഒരു മാങ്ങ തന്ന് സന്തോഷം പങ്കിടാൻ വേണ്ടി സാധിക്കും. ഹായ്, ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മളെ പയ്യന്നൂരിൻ്റെ ചരിത്രവും വർത്തമാനമാണ്, അതായത് ഹിസ്റ്ററി ആൻഡ് കറണ്ട് അഫയേഴ്സ്. ചളി ഇത് പയ്യന്നൂർ പോവാം. പയ്യന്നൂരിൽ എന്തെങ്കിലും സംഭവം ഉണ്ട് അറിയാം, പണ്ടത്തെ ചരിത്രപരമായ കാര്യങ്ങളും പിന്നെ ഇപ്പോഴത്തെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും വീടുകളും അമ്പലം അങ്ങനത്തെ എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നോട് ആനന്ദമുണ്ട്. അപ്പോൾ എന്തെല്ലാം ഇല്ലയെന്ന് നോക്കിയിട്ട് തരാം, വിളിക്കാം. ഇതാണ് പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. 1930 ഇന്ത്യ ഒട്ടാകെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങ് വടക്ക് പയ്യന്നൂരിലാണ് നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നിന്ന് KK എളപ്പന്റെ നേതൃത്വത്തിൽ 32 ആൾ കൂടി പുറപ്പെട്ട ജാഥ നമ്മുടെ ഈ പയ്യന്നൂരിൽ ഈട് എത്തിയിട്ടാകുമ്പം ഈടിന് ഉപ്പ് കുറുക്കിയിട്ടാകുമ്പം ബ്രിട്ടനെതിരെ എതിർത്തു. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമില്ല, ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും പയ്യന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ പയ്യന്നൂരിന്റെ ചരിത്രം പറയുമ്പം ഈടും തുടങ്ങണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ബോംബെ ക്രോണിക്കൽ എന്ന് പറഞ്ഞ മാസികയിലാണ് പയ്യന്നൂരിന്റെ 2ാം ബർദോൾ എന്ന് വിശേഷിപ്പിച്ചത്. അതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു പാർക്കാണ്, ഇപ്പോൾ ഒരു പാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇരിക്കേണ്ട സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് കളിക്കലുണ്ട്, വൈകുന്നേരം ഷട്ടിൽ കളിക്കലുണ്ട്. ബേക്കിൽ ഫുള്ള് കണ്ടലാണ്, കണ്ടൽ കാണാൻ ബേക്കിൽ ഫുള്ള് നല്ല സ്ഥലമാണ്, നല്ല കാറ്റും നല്ലതായിട്ട്. ഈ കാണുന്ന കായലാണ് കൗവായി കായൽ. ഇത് സ്വാമി ആനന്ദതീർത്ഥന്റെ ആശ്രമം പയ്യന്നൂർ. ഇവിടെ 1934 ഗാന്ധിജി എത്തുകയും ഇവിടെ ഒരു മാവ് നടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പുണ്യ പ്രദേശമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഗാന്ധിജി ഇവിടെ വന്നിരുന്നു 1934 ജനുവരി 12. അന്ന് സ്വാമി ആനന്ദതീർത്ഥരുമായിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം വർത്തമാനം പറഞ്ഞ് ദേശീയ കാര്യങ്ങളും സ്വാതന്ത്ര്യ സമര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗാന്ധിജി പോകുന്ന സമയത്ത് വന്നതിൻ്റെ ആദരവായിട്ട് ഒരു മാവ് നട്ടു. മാവിന് വെള്ളം ഒഴിച്ചു കൊടുത്തത് നാരായണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവർ മരിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ അത് ഞങ്ങൾ വളരെ വളരെ ഒരു കുട്ടിയുടെ വാത്സല്യത്തോടെയാണ് അതിനെ വെല്ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തറയെല്ലാം കെട്ടി വളവിലിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് 90 വയസ്സ് കഴിഞ്ഞ് അതിൻ്റെ 90ാം വാർഷികം ഞങ്ങൾ ആഘോഷിച്ചിരുന്നു വളരെ വിപുലമായിട്ട്. മാവ് ഏകദേശം അത് മടുത്ത ഒരവസ്ഥയിലാണ് ഉള്ളതെങ്കിലും എന്തോ ഒരു അനുഗ്രഹമുണ്ട്. 2 ശാഖയായിട്ടാണ് പോയിട്ടുള്ളത്. അതിന് ഗാന്ധി മാവെന്ന് വിളിക്കുന്നു. അതിലെ മാങ്ങ ഗാന്ധി മാങ്ങ. ഒരുപാട് ആൾക്കാർ ഈ മാവ് കാണാനും ഗാന്ധിജി ചവിട്ടിയ മണ്ണിലും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സ്കൂളിൽ നിന്നും ഉത്തരേന്ത്യയിലെ തീർത്ഥാടകരും ഒക്കെ തന്നെ ഇവിടെ വന്ന് ഈ മാവിൻ ചുവട്ടിൽ വിശ്രമിച്ചിട്ട് പോകും. ഇപ്പം ഈ ഗാന്ധി മാവ് പൂത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ വന്നാൽ ഒരു മാങ്ങ തന്ന് സന്തോഷം പങ്കിടാൻ വേണ്ടി സാധിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ. അമ്മയുടെ എത്തിയ ഏകദേശം ഒരു ഉച്ച സമയത്താണ്. അപ്പോൾ അമ്മ വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചോദിച്ചു വെക്കും, ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുഴപ്പമുണ്ടോ? അവരൊന്നും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഫുഡ് കഴിക്കാണ്ട് പോകാൻ പാടില്ല, ഫുഡ് കഴിച്ചിട്ട് പോയത് തരണം. എങ്ങനെ സമ്മതിക്കുന്നില്ല. നമ്മൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഞാൻ അത് വേണ്ട. അതായത് ഒരു ആശ്രമമാണ്, ഒരു എളുപ്പം വരുന്നൊക്കെ ഫുഡ് ഉണ്ട്, അങ്ങനെയുള്ളതാണ്. നല്ലൊരു ഇത് തന്നെ. പയ്യന്നൂർക്കാരനായ ആദിത്യൻ ചന്ദ്രശേഖരൻ സമയമായത് എങ്കിലും ചന്ദ്രിക സിനിമയുണ്ട്, അത് ബേസിൽ ജോസഫിൻ്റെ. അതിൽ ഈ ഈടെ വരെ നിന്നിട്ടാകുമ്പം ഒരു ഷോട്ടിൽ അവർ ഈടെ നിന്നിട്ടാകുമ്പോൾ ആലോചിക്കുന്ന ആ സീനിലുണ്ട്. കാസർഗോഡ് സിനിമയിൽ നമ്മളെ വിനായകൻ ഇവിടെ വണ്ടി വെക്കുന്നുണ്ട്. ഇവിടെ വണ്ടി വെച്ചിട്ടാകുമ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അസി ഏട്ടാ ഇടുന്ന ഷൂട്ട് ഉണ്ടായിട്ട് ഒരിക്കൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ ഇവിടെ തന്നെ ഉണ്ടായിന് ഇടുന്നുണ്ടേ. അപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ ചായക്കടയിൽ നിന്ന് മറ്റേ ഇവർ ചായ കുടിക്കും, ഉണ്ണിരാജ് ചായ കുടിക്കുമ്പോൾ വായിന്ന് മുറുക്കാനായിട്ട് ചായയിൽ വേണ്ടി വെക്കുന്നില്ലേ, എന്താട്ടാ ഇങ്ങനെ ഇരക്കായിട്ടുണ്ട് വെക്കുന്നില്ലേ, ആ ചായക്കട ഇതാട്ടോ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത്. നമ്മളെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ കുറേ സീനിൽ ഇവർ ഫുട്ബോൾ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ സീനുണ്ട് ആ സ്റ്റേജിന് അവിടെ ഇരുന്നിട്ടാകുമ്പോൾ. അതുപോലെ തന്നെ ഈ രതീഷ് പൊതുവാളിൻ്റെ വേറെ പാടുണ്ട്, സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ. അതിൽ ഇവിടുന്ന് ഡാൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കുറേ ഭാഗം ഇവിടെ തന്നെ സെറ്റ് ഇട്ടിട്ടുണ്ടേ, ഫുൾ ഇവിടെ സെറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്തത്. ഇത് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണ്, സ്റ്റേജും ഗ്രൗണ്ടും.
നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ല് സൗബിൻ്റെ വീട്, സൗബിന് സുരാജ് നിന്ന വീട്. ഇതെല്ലാം ഉമ്മറതല്ലാന്ന്. ആ വീട് അങ്ങനെ ഉണ്ട് ഇപ്പോൾ. ആ വീട് ഇല്ല, കുഴപ്പമില്ല. ഇതില് സിനിമക്ക് വേണ്ടിയിട്ട് മതിൽ കെട്ടിയിട്ടുണ്ടായിന്. പക്ഷെ അത് പിന്നെ പൊളിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങോളം മതിലിനപ്പുറത്ത് ഞാൻ എത്തി നോക്കുന്ന സീനല്ലേ, അതിൽ ഇടുന്നുണ്ടായിന്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പോൾ ഒരു സീനിൽ ഇവിടുന്ന് മാലാപർവതിയും അതെല്ലാം വണ്ടി കയറ്റിയിടുന്ന സീനുണ്ട്. അതിരുന്ന് ഷൂട്ട് ചെയ്തത് ഈ ഭാഗത്ത്. ഇത് റേഷൻ കടയാണ്. ഈ റേഷൻ കട ഒറിജിനലായിട്ട് ആ സിനിമയിലുണ്ട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പോൾ ഇവർ ആ രണ്ടാളും കൂടിയിട്ട് റേഷൻ വാങ്ങുന്ന സംഭവമില്ലേ, അത് ഒറിജിനൽ ഈ റേഷൻ കടയിൽ തന്നെ ഷൂട്ട് ചെയ്തതിന്. അതുപോലെ മറ്റേ ഈ പ്രണയതയില്ലേ സുരേഷിന്റെ ചുമതലയില്ലേ, അതിൽ ആ ടീച്ചറുടെ അംഗൻവാടിയായിട്ട് സെറ്റ് ചെയ്തത് ഇതിനെയാണ്, ഈ മന്ദിരത്തിനെയാണ്. എന്നൂരിൽ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് ചെങ്ങയാണ്. ഹായ്, ധനുചേട്ടൻ. ഇത് പയ്യന്നൂർ സുബ്രഹ്മണ്യൻ അമ്പലത്തിനടുത്തുള്ള കോളാണ്. ഇവിടുന്ന് ആ സിനിമയിൽ കുറെ ഷൂട്ട് ഉണ്ടായിന്. ഇവിടുന്ന് കുളിച്ചിട്ടാകുമ്പോൾ ഈ സുരാജ് കുളിച്ചിട്ടാകുമ്പം ഈ റോബോട്ട് തലവെടുത്ത് കൊടുക്കുന്ന സീനുണ്ടല്ലേ, അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാന്. ഈ പാലം നമ്മളെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്, ദീപക് വെർല അഭിനയിച്ച. അതിൽ കുറേ സ്ഥലത്തിൽ ഈ പാലം കുറെ കാണിക്കുന്നുണ്ട്. പയ്യന്നൂരിൽ മെയിനായിട്ടുള്ളത് ഈ പാലമാണ്. അങ്ങനെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട്. അപ്പോൾ ഇത്രയില്ലോ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വേറെ വീഡിയോ കാണാം. ഓക്കെ, ബൈ.